ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപയിൽ സങ്കീർത്തന പഠനങ്ങളുടെ 157 എപ്പിസോഡിലാണ് നാം ആയിരിക്കുന്നത്. 38 സങ്കീർത്തനം 6 മുതൽ 10 വരെയുള്ള വാക്യം കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചു. അതിൻ്റെ തുടർച്ചയായി 11 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. 38 സങ്കീർത്തനം 11 വാക്യങ്ങൾ മുതൽ: എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു, എൻ്റെ ബന്ധുക്കളും അകന്നു നിൽക്കുന്നു. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവെക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ദോഷം സംസാരിക്കുന്നു. അവർ ഇടവിടാതെ ചതിവ് ചിന്തിക്കുന്നു. എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതിരുന്നു, വായു തുറക്കാതെ ഊമനെ പോലെയായിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെപ്പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ 38 സങ്കീർത്തനം 10 വാക്യം നാം അവസാനിപ്പിച്ചത് ആഗ്രഹമൊക്കെയും ദൈവമേ നിൻ്റെ മുൻപിലിരിക്കുകയാണ്. ദൈവത്തിൽ ആഗ്രഹം അർപ്പിക്കുന്നവനെ സംബന്ധിച്ച് തൻ്റെ ആഗ്രഹങ്ങളെ ഓർത്ത് നിരാശപ്പെടേണ്ടി വരത്തില്ല. തൻ്റെ ആഗ്രഹങ്ങൾ ദൈവം അറിഞ്ഞിട്ടുള്ളതാണ്. ദൈവം അറിയാത്ത ഒരാഗ്രഹവും എന്നിലില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരാഗ്രഹവും ഞാൻ നിലനിർത്തത്തില്ല എന്നുള്ളൊരു വലിയ സമർപ്പണം സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളിലുണ്ട്. തുടർന്ന് വീണ്ടും പറഞ്ഞു, എൻ്റെ നെഞ്ചിടിക്കുന്നു, ശക്തി ക്ഷയിക്കുന്നു, കണ്ണിൻ്റെ വെളിച്ചവും ഇല്ലാതെയായി. ശക്തി ക്ഷയിച്ച് നെഞ്ചിടിപ്പ് കൂടി കണ്ണിൻ്റെ വെളിച്ചവും ഇല്ലാതാകുന്ന അനുഭവത്തെക്കുറിച്ചും സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. കണ്ണിൻ്റെ വെളിച്ചമില്ലാതാകുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാഴ്ചശക്തി കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട. നമുക്കൊക്കെ അറിയാം, ഒരു സാഹചര്യം കഴിയുമ്പോഴത്തേക്ക് കാഴ്ച കുറയും, കേൾവി കുറയും, സൗന്ദര്യം കുറയും, ആരോഗ്യം നഷ്ടപ്പെടും. ഈ കണ്ണെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. നമുക്കെല്ലാം ഉണ്ടെങ്കിലും കാഴ്ചയില്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. ഇനി കണ്ണുണ്ട്, പക്ഷേ കണ്ണിൻ്റെ തിളക്കം, വെളിച്ചമില്ലാതാകുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പല മാർഗങ്ങളുണ്ട്. പവർ കുറയുമ്പോൾ കണ്ണാടി വയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്താൻ പറയും, കൃഷ്ണമണി മാറ്റി വയ്ക്കും. അങ്ങനെ ഒരുപാട് ചികിത്സകളുണ്ട്. തന്നെയുമല്ല, ഇന്ന് ഒരു നല്ല ശതമാനം ആളുകൾക്കും വളരെ ചെറുപ്പത്തിലെ കണ്ണാടി വെച്ചേ പറ്റൂ എന്നുള്ളൊരു തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഷുഗറും പ്രഷറും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ വരുംതോറും കാഴ്ചയെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അതിനെ അതിജീവിക്കണമെന്നുള്ള ഒരു ശക്തി, ഒരാഗ്രഹം നമുക്കൊക്കെയുണ്ട്. എന്നാൽ കാണുന്നു എന്ന് പറയുമ്പോഴും കാണാതിരിക്കുന്ന അനുഭവം, കാണാതിരിക്കുമ്പോൾ കാണണമെന്നുള്ള ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം. നമ്മൾ പറയത്തില്ല, ഈ ഫോട്ടോഫോബിയ എന്ന് പറയുന്ന ഒരു പ്രശ്നം, വെളിച്ചത്തെ ഭയക്കുന്ന ഒരു അനുഭവം. കുറേ നേരം നമ്മൾ അന്ധകാരം നിറഞ്ഞൊരു സ്ഥലത്തിൽ നിന്ന് ഇരുന്നിട്ട് വെളിയിലോട്ട് പോകുമ്പോൾ പ്രകാശം കാണുമ്പോൾ നമ്മുടെ കണ്ണ് മഞ്ചിപ്പോവും. അതേസമയം ഒത്തിരി പ്രകാശമുള്ള അനുഭവത്തിലിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രകാശത്തിൻ്റെ വില മനസ്സിലാകത്തില്ല. ചിലപ്പോൾ ചിലർ ഇരുട്ടിനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിത പന്താവിലും അങ്ങനെയാണ്. ആരെയും ഫേസ് ചെയ്യാതെ, ആരോടും സംസാരിക്കാതെ, ആരെയും ഇഷ്ടപ്പെടാതെ, സ്വരം കേൾക്കാതെ, മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കാണാൻ ആഗ്രഹമില്ലാതെ എനിക്കിതൊന്നും കാണണ്ട എന്ന് പറയുന്ന ചില ജീവിതാനുഭവവും ചില സമയത്ത് നമ്മളെ തേടി വരാറുണ്ട്.
ഇവിടെ സങ്കീർത്തനക്കാരൻ അതിൻ്റെ അപ്പുറമായിട്ടുള്ളൊരു ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ പറയത്തില്ലയോ ഈ പെയിൻ ലുക്കിംഗ് എന്ന് പറയും. ഈ പെയിൻ ലുക്കിംഗ് എന്ന് പറയുന്നത് ഒരു ശൂന്യമായി നോക്കുക. നമ്മളുടെ മുൻപിലൂടെ പലരും കടന്നു പോകും, ആരെയും നമ്മൾ കാണുന്നില്ല. പലരും നമ്മളോട് വന്ന് സംസാരിക്കും, നമ്മളൊന്നും കേൾക്കത്തില്ല. അതായത് ഈ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഈ കിളി പോയിരിക്കുക എന്നൊക്കെ പറയാറില്ലയോ. ഈ കിളി പോയിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്പം തമാശ കലർത്തി പറയുന്നതാണെങ്കിലും അതിന് ആഴമേറിയ ഒരു അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ജീവിതാനുഭവങ്ങളും ചില ഓർമ്മപ്പെടുത്തലുകളും നമ്മളെ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നയിക്കും. ചിലർ ഭയങ്കര കാര്യങ്ങളാണ് നമ്മളോട് വന്ന്, ഇൻ്റർനാഷണൽ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അല്പം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരും. ഇവർ ചക്കയെന്ന് പറയുമ്പോൾ നമ്മൾ മാങ്ങാന്ന് കേൾക്കും. നമ്മുടെ മുൻപിൽ പലതും കൊണ്ട് കാണിക്കും. ഞാനൊരു കൊച്ചു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു വ്യക്തി വലിയ സന്തോഷത്തോടെ നമ്മളെ സമീപിക്കുകയാണ്. അവരിട്ട വസ്ത്രങ്ങളായിരിക്കാം, ആഭരണങ്ങളുടെ തിളക്കമായിരിക്കാം, ഇതൊക്കെ വളരെ സന്തോഷത്തോടെ നമ്മളെ കൊണ്ട് കാണിക്കുന്നു. എന്നാൽ ഒരു നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാതെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ അതുപോലെ നിരാശയുടെ ഒരു അനുഭവത്തിലേക്ക് ആയിരിക്കുമ്പോൾ അവരിനി എത്രമാത്രം നമ്മളെ മുമ്പിലേക്ക് ഇതൊക്കെ കാണിച്ചു തന്നാലും നമ്മളിതൊന്നും കാണത്തില്ല. നല്ല വസ്ത്രം പഴംകോടിയായിട്ടേ നമുക്ക് കാണത്തുള്ളൂ, പഴംതുണിയായിട്ടേ നമുക്ക് കാണത്തുള്ളൂ. നല്ല മണമുള്ളത്, ചിലരൊക്കെ നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഇതെങ്ങനെയുണ്ട് ഈ മണം? ചിലപ്പോൾ മൂക്കടഞ്ഞിരിക്കുന്ന അനുഭവമായിരിക്കും, ചിലപ്പോൾ സന്തോഷമില്ലാത്ത അനുഭവമായിരിക്കും. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് പ്രവേശിക്കത്തില്ല, നമ്മളുടെ ഓർമ്മയിലേക്ക് പ്രവേശിക്കത്തില്ല, കാഴ്ചയിലേക്ക് കടന്നു വരത്തില്ല. പ്രിയമുള്ളവരെ, ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്കുകൾ, നെഞ്ചിടിപ്പ് കൂടി ശക്തി ക്ഷയിച്ച് കണ്ണിൻ്റെ വെളിച്ചമില്ലാതാകുന്നു എന്നുള്ള ജീവിതാനുഭവം. നെഞ്ചിടിപ്പ് കൂടുന്ന ചില അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം, ഓരോ മനുഷ്യനും ശാരീരികമായി, ഫിസിയോളജിക്കലി ശരീരത്തിൽ എത്രമാത്രം ഇടിപ്പ് വരണമെന്നുള്ള കണക്കുണ്ട്. അത് കൃത്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അത് ആരോഗ്യമുള്ള ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക്, ഒരു കുട്ടിക്ക് എത്രയാകണമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അത് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. ചിലപ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കൃത്യമായിട്ട് വിവേചിക്കാൻ പറ്റത്തില്ല. മറ്റ് ഇൻസ്ട്രുമെൻ്റ് വെച്ച് നോക്കിയാലും വിലയിരുത്താൻ പറ്റത്തില്ല. ഇടിപ്പ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രഷർ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, ഷുഗറിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്, കൊളസ്ട്രോളിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ നെഞ്ചെടുപ്പ് കൂടുമ്പോഴും ശക്തി ക്ഷയിക്കുമ്പോഴും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴും നമ്മൾക്ക് കാണേണ്ട, കേൾക്കേണ്ട ഒരു അനുഭവമുണ്ട്. ഇന്ന് പല സാഹചര്യങ്ങൾ കൊണ്ട് ദാവീദ് എന്ന് പറഞ്ഞ് നെഞ്ചെടുപ്പ് കൂടുന്നു. അതായത് പെട്ടെന്ന് അതുപോലുള്ള ടെൻസ്ഡായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കണം. ചിലപ്പോൾ നമ്മൾ പറയത്തില്ലയോ, ഒന്നും ഓർമ്മ വരാത്ത ചില സാഹചര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളുടെ കൂട്ടുകാരുടെ പേര് ഓർമ്മ വരത്തില്ല, വായിച്ച പുസ്തകങ്ങൾ ഓർമ്മ വരത്തില്ല, പഠിച്ച പാഠങ്ങൾ ഓർമ്മ വരത്തില്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ഓഫീസിലോ മറ്റോ സ്ഥലത്തോ ആയിരിക്കും. അപ്പം നമ്മളോട് ചിലപ്പോൾ സീനിയേഴ്സ് പറയും, നീ എന്തുവാ ചെയ്തു വെച്ചേക്കുന്നത്? നിന്നോട് എത്ര നാൾ പറഞ്ഞതായത്, പഠിപ്പിച്ചതായത്, എന്താ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയല്ലോ ഇങ്ങനൊരു പരിപാടി? തെറ്റ് കാണിക്കുന്നു, ചെയ്യേണ്ട സമയത്ത് ചെയ്യത്തില്ല, പറയേണ്ട സമയത്ത് പറയത്തില്ല, ഓർമ്മയില്ലാതെ വരുന്നു, വെളിവില്ലാതെ വരുന്നു. പലരും നമ്മളെ ശാസിക്കും. ജീവിത പങ്കാളികൾ പോലും നമ്മളോട് ചോദിച്ചെന്നിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾ കുക്കറിൽ സാധനം ഇട്ടിട്ടുണ്ട്, 2-3 വിസിലടിക്കുമ്പോൾ എടുക്കേണ്ട സാധനങ്ങൾ 5-6 വിസിലടിച്ചാലും ചിലപ്പോൾ എടുക്കത്തില്ല. ഗ്യാസ് ചിലപ്പോൾ നിങ്ങൾ ഓഫാക്കത്തില്ല. ചിലപ്പോൾ മോട്ടർ അടിച്ചാൽ അത് ഓഫാക്കാൻ മറന്നു പോകും. ബാത്റൂമിൽ കയറി പൈപ്പ് ഓണാക്കിയിട്ട് അത് ഓഫാക്കാതെ ടാപ്പ് അടയ്ക്കാതെ ഇറങ്ങിപ്പോരും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇതൊക്കെ വരും കേട്ടോ. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കൊച്ചു വാർത്ത കിട്ടിയാൽ മതി. മക്കൾ വെളിയിലാണ്, ഗൾഫിലാണ്, ഇറാൻ അവിടെ ഒരു ബോംബിട്ടു എന്ന് പറയുമ്പോൾ, കുവൈറ്റിൽ ബോംബിട്ടു എന്ന് പറയുമ്പോൾ കുവൈറ്റിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും പേടി തുടങ്ങും. ചിലപ്പോൾ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും ഈ ടെൻഷൻ കൂടുന്നത്. പ്രിയമുള്ളവരെ, നെഞ്ചിടിപ്പ് കൂടുമ്പോൾ അതിനെ നിയന്ത്രിക്കാനൊരു ശക്തി വേണം. സമാധാനം നഷ്ടപ്പെടുമ്പോൾ പിടിച്ചു നിർത്താനൊരു ശക്തി വേണം. നിരാശ വരുമ്പോൾ പ്രത്യാശ ഉണ്ടാകാനുള്ള ഒരു അനുഭവം വേണം. നിങ്ങളൊത്തിരി ടെൻഷൻ അടിച്ചതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ട്രംപിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റത്തില്ല.
നെതന്യാഹുവിൻ്റെ ചിന്ത മാറ്റാൻ പറ്റത്തില്ല. ഇതൊക്കെ മാറ്റാൻ പറ്റുന്നത് വലിയവനായ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഹൃദയത്തിൽ എപ്പോഴും ഓർത്തോണം, കാഴ്ചയും കേൾവിയും ഒക്കെ കുറഞ്ഞെന്നിരിക്കും. പക്ഷേ നമ്മുടെ കാഴ്ച യഥാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ കാഴ്ച കുറഞ്ഞാലും നമ്മൾക്ക് ദൈവത്തിൻ്റെ രൂപം കാണാം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിത്തന്നത്, യേശുവേ നിൻ്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കേണം മുഴുവൻ, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കേണം മുഴുവൻ. തുടർന്ന് അതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്, സ്നേഹിതരും കൂട്ടുകാരും ഒക്കെ ബാധ കണ്ടു മാറി നിൽക്കുന്നു, ബന്ധുക്കൾ അകന്നു നിൽക്കുന്നു. സ്നേഹിതരും കൂട്ടുകാരും തൻ്റെ ബാധ കണ്ടു മാറി നിൽക്കുന്നു എന്ന് ദാവീദ് ജ്ഞാപക സങ്കീർത്തനത്തിൽ പറയുകയാണ്. ഈ ജ്ഞാപക സങ്കീർത്തനം എന്ന് വെച്ചാൽ അതൊരു തിരിച്ചറിവിൻ്റെ സങ്കീർത്തനമാണ്. ഒരു ജ്ഞാനിയുടെ വാക്കുകളാണ്, തിരിച്ചറിവിൻ്റെ വാക്കുകളാണ്. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല. പഠിക്കാത്തതിനെപ്പറ്റി, പുതിയൊരു കാര്യത്തെപ്പറ്റിയല്ല, അതിനെപ്പറ്റി ജ്ഞാപക മാർഗത്തിലൂടെ വിലയിരുത്തി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇതാ പ്രിയപ്പെട്ട സ്നേഹിതർ, എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചവർ, കൈതാലത്തിൽ മുക്കിയവർ, അവർ മാറി നിൽക്കുകയാണ്. കൂട്ടുകാരടുക്കുന്നില്ല, ബന്ധുക്കൾ അകന്നു നിൽക്കുന്നു. നമ്മൾ പൊതുവിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു വലിയ സന്തോഷം വരുമ്പോൾ ഏറ്റവും ആദ്യം ഓടിക്കൂടുന്നത് ചിലപ്പോൾ ബന്ധുക്കളും സ്നേഹിതരുമായിരിക്കും. ഒരു പരാജയം വന്നാൽ ആദ്യം ഓടി അകലുന്നതും ഈ സ്നേഹിതരും ബന്ധുക്കളുമൊക്കെ ആയിരിക്കും. ഭൗതികമായി നമ്മൾക്ക് ഉയർച്ച വന്നാൽ ബന്ധങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. എന്നാലൊരു വീഴ്ച വന്നാൽ അടുത്ത ബന്ധുക്കൾ പോലും, വേരയിലും പടപ്പയിലും ഒക്കെ പൊട്ടിയ ബന്ധമാണ്, എന്തോ ബന്ധമാണ്, പണ്ടങ്ങാണ്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങും ഒരു കണക്ഷനും ഇല്ലെന്ന്, അവൻ പണ്ടേ അങ്ങനെ ആയിരുന്നു, അവൾ പണ്ടേ ഇങ്ങനെ ആയിരുന്നു. പിന്നീട് കഥകൾ മെനയുന്ന ഒരു ലോകത്താണ്, ഇങ്ങനെയുള്ള കഥകൾ മെനയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഹൃദയപൂർവ്വം ഓർക്കേണ്ട ഒരു വലിയ ചിന്താധാര എന്ന് പറയുന്നത്, സ്നേഹവും ബന്ധവും ഒക്കെ ദൈവത്തിൽ നമ്മൾ കാണണം. മനുഷ്യനിലുള്ളത് എന്താണെന്ന് താൻ അറിഞ്ഞതുകൊണ്ട് തന്നെ അവരിൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല എന്ന് കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. കർത്താവ് തന്നെ പറഞ്ഞതാ, മനുഷ്യനിലുള്ള വികാരം എന്താണ്. ഇന്നത്തെ മനഃശാസ്ത്രം ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ പഠിപ്പിക്കുന്നതിന് മുൻപ് കർത്താവ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, മനുഷ്യനിലുള്ളത് എന്താണെന്ന് താൻ അറിഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യൻ്റെ സ്തുതികളിൽ, മനുഷ്യൻ്റെ പുകഴ്ചകളിൽ അഭിരമിക്കേണ്ടവരല്ല നമ്മൾ. മനുഷ്യർ പൊക്കുന്നത് കേട്ട് അയ്യോ പാട്ട് കൊള്ളാം, പ്രസംഗം കൊള്ളാം, രൂപം കൊള്ളാം, ഭാവം കൊള്ളാം, ജീവിക്കാൻ അറിയാം, മിടുക്കനാണ്, മിടുക്കിയാണ്, ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുൻപോട്ട് ചലിക്കാൻ നോക്കിയാൽ നമ്മളുടെ ജീവിതം ആത്യന്തികമായിട്ട് പരാജയമാകും. അതോടുകൂടി നമ്മൾ ഓർക്കും, ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്നേഹിതന്മാരും ചാർച്ചക്കാരും അകന്നു, ബന്ധുക്കൾ ഓടി ഒളിക്കുന്നു. ബന്ധുക്കൾ അടുത്തോട്ട് വന്നാൽ, സ്നേഹിതന്മാർ ഒന്നുകൂടി അടുത്തോട്ട് വന്നാൽ ഈ അനുതാപ സങ്കീർത്തനം രചിക്കാൻ ദാവീദിന് പറ്റത്തില്ലായിരുന്നു, ദൈവത്തെ ഒന്നുകൂടെ തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചില ഒറ്റപ്പെടലുകളിലും ഏകാന്തതകളിലുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ചില സ്നേഹം ഉൾക്കൊള്ളാൻ പറ്റുന്നത്, കരുതൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയിരിക്കുന്ന ആ പാട്ട്, തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാനെളുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ. സ്നേഹിതരും പ്രിയപ്പെട്ടവരും ബന്ധുക്കളുമൊക്കെ ബാധ കണ്ട് ഓടി അകന്നപ്പോൾ വലിയവനായ ദൈവം സ്നേഹമാകുന്ന കരങ്ങൾ നീട്ടി ഓടിയെത്തിയതായിട്ടാണ് സങ്കീർത്തനക്കാരനെ പോലെ പാട്ടുകാരനും പാടുന്നത്. വീണ്ടും പറയുന്നു, പോഷിപ്പിക്കാം
പദ്യവാചേനമാം ക്ഷീരത്താലെന്നെ നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ച് പച്ചപ്പുൽശയ്യയിൽ കിടത്തിടുന്നെന്നെ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവെക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ദോഷം സംസാരിക്കുന്നു, ഇടവിടാതെ ചതിവ് ചിന്തിക്കുന്നു. രാജാവായിരുന്ന ദാവീദിനെ സംബന്ധിച്ച് ഒരു വലിയ വലയമുണ്ട്. രഹസ്യവും പരസ്യവുമായ വാർത്തകൾ എത്തിക്കുന്ന ചാരന്മാർ, പ്രിയപ്പെട്ടവർ, ഭരണാധികാരികളൊക്കെ ഉണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ദാവീദ് ഇത് എഴുതാനിടയായതുപോലും അങ്ങനെ, തൻ്റെ പ്രിയപ്പെട്ടവർ പോലും തന്നെ എതിർക്കുന്നു. തൻ്റെ മകൻ അബ്ശാലോം തനിക്കെതിരായി കണികൾ വയ്ക്കുന്നു. തൻ്റെ സിംഹാസനം പിടിച്ചെടുത്തു. ഓടി ഒളിക്കേണ്ട ജീവിത അനുഭവങ്ങളൊക്കെ വന്നു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എതിരായിട്ട് നിൽക്കുന്നു. ഈ വിവരങ്ങളൊക്കെ ദാവീദ് കൊട്ടാരത്തിലല്ലെങ്കിലും അറിയുന്നുണ്ട്. ചാരന്മാർ ഓരോ വാർത്തകളും അറിയിക്കുന്നുണ്ട്. അവരറിയിച്ചത് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കണിവെക്കുന്നുണ്ട്. രാജാവേ, നീ സൂക്ഷിച്ചോ, നിനക്കെതിരായി നിന്റെ ജീവൻ എടുക്കുവാൻ തക്കവണ്ണം കണികൾ വയ്ക്കുന്നുണ്ട്. അനർത്ഥം അന്വേഷിക്കുന്നവർ ദോഷം സംസാരിക്കുന്നുണ്ട്. അവർ ഇടവിടാതെ നിന്നെ ചതിക്കുവാൻ നോക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനുമൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെ കൊന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ ചിലർ. അത് കൊല്ലാഞ്ഞത്, വെറുതെ വിട്ടത് നമ്മുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥകളെയൊക്കെ പേടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്നേ കൊന്നുകളഞ്ഞേനെയോ എന്നറിയാമോ? നമ്മളെ കൊന്നാൽ അതിൽ തൂങ്ങേണ്ടി വരുമെന്ന് പേടിച്ചു മാത്രമാണ്. പക്ഷേ കൊല്ലാനും വീഴ്ത്താനുമുള്ള പ്രേരണകൾ നടത്തുന്നവർ അനേകരുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ്, 4000 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പറഞ്ഞു, പ്രാണഹാനി വരുത്താൻ നോക്കുന്നു, കണിവയ്ക്കുന്നു, അനർത്ഥം അന്വേഷിക്കുന്നവർ ദോഷം സംസാരിക്കുന്നു, ചതിവ് ചിന്തിക്കുന്നു. ഈ അനർത്ഥം അന്വേഷിക്കുന്നവർ ദോഷം സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, ചതിവ് ചിന്തിക്കുകയാണ്. ഇനി എങ്ങനെയൊക്കെ നശിപ്പിക്കാം. അതായത് ഈ ദോഷത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ കയറിക്കഴിഞ്ഞാലുണ്ടല്ലോ, ദുരാത്മാവ് കയറിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും കേട്ടോ. അതിന് പെട്ടെന്ന് പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മളിൽ തന്നെയാണെങ്കിലും ദുരാത്മാവ് കയറിക്കഴിഞ്ഞാൽ, ദോഷത്തിൻ്റെ ആത്മാവ് കയറിയാൽ പിന്നീട് ഭയങ്കര പെട്ടെന്നാണ് പ്രവർത്തനങ്ങളൊക്കെ. ഒരു മനുഷ്യനെ സഹായിക്കാനൊക്കെ പലപ്പോഴും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അയ്യോ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പണമില്ല, സ്വാധീനമില്ല, എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല, നമ്മളെപ്പോഴും പരാതിപ്പെടും. പക്ഷെ ഒരുവനെ നശിപ്പിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിക്കൂ. എന്തോ ഒരു എളുപ്പം ആശയങ്ങൾ വരുന്നതെന്നറിയാമോ? ഒരുപാട് കഥകൾ മെനയാൻ തോന്നും. അപ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആളുകളെ കിട്ടും. അതായത് ദോഷം ചെയ്യുന്ന ഒരു മനുഷ്യന് ദോഷം ചെയ്യാൻ താല്പര്യമുള്ള ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇല്ലാത്ത കഥകൾ. കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി യഹൂദന്മാർ ആലോചന കഴിക്കുക, എന്തൊക്കെയാണ് ഇവനെതിരെ പറയാനുള്ളത്. അവൻ ദേവാലയം പൊളിച്ച് 3 നാളുകൾ കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. താൻ ദൈവമാണെന്ന് പറഞ്ഞു. കർത്താവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം കർത്താവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ ക്രൂശിക്കുവാൻ തക്കവണ്ണം മനുഷ്യന് ദുരാലോചന കിട്ടിയെങ്കിൽ എന്നെ നിങ്ങളെ നശിപ്പിക്കാൻ ദുരാലോചന കിട്ടത്തില്ലയോ? പ്രിയമുള്ളവരെ, ചിലപ്പോൾ മാതാപിതാക്കൾക്കെതിരെയായിരിക്കും ഇത്, പ്രിയപ്പെട്ടവർക്കെതിരെയായിരിക്കും, ബന്ധുമിത്രാദികൾക്കെതിരെയായിരിക്കും. ഇത്തരത്തിലുള്ള വഞ്ചനയുടെ, ചതിവിൻ്റെ ആലോചനകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്, യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കണം, അവയെ പഠിക്കണം, അവനാണ് ഭാഗ്യവാനെന്ന് ദാവീദ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാര്യം. ആലോചിച്ചോണം,
താൻ തന്നെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരങ്ങനെ ചെയ്യാതെ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദാവീദ് പറഞ്ഞു കൊടുത്ത പാഠമാത്. അയ്യോ, അങ്ങനെയുള്ളവർ തിരിക്കരുത്. ഓർത്തോ പ്രിയമുള്ളവരെ, രാജാവായിട്ടും കൊല്ലാൻ തക്കവണ്ണം ഓടിയെടുത്തവരുടെ എണ്ണം ഒത്തിരിയുണ്ട്. ഇന്ന് നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിക്കോ. നിങ്ങൾ പറയും, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചോ, ഭാഗ്യമാണെന്ന് വിചാരിച്ചു, നമ്മളെ കൊല്ലുവാൻ ചിലപ്പോൾ ആരും വരുന്നില്ലായിരിക്കും. ചിലപ്പോൾ അങ്ങനെയുള്ള ഓരോരോ പ്ലാനുകൾ ചിലയിടത്ത് നടക്കുന്നുണ്ട്. മരുന്ന് മാറിക്കൊടുത്ത്, ഷുഗർ കുറവുള്ളവന് വീണ്ടും കുറയാനുള്ള മരുന്ന് കൊടുത്ത്, പ്രഷർ കൂടി നിൽക്കുന്നവന് വീണ്ടും കൂട്ടാനുള്ള മരുന്ന് കൊടുത്ത്, ഇങ്ങനെയൊക്കെയുള്ള അനേകം കളികളും ഉപകളികളുമൊക്കെ നമ്മളുടെ കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രായമുള്ളവർ ബാധ്യതയാണെന്ന് വിചാരിച്ച് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഈ വല്യപ്പനൊന്ന് മരിച്ചിട്ട് വേണം എൻ്റെ മക്കളുടെ അടുത്തേക്കൊന്ന് പോകാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള അനേകം ആളുകളെക്കുറിച്ചുള്ള കഥകളും സംഭവങ്ങളും ഒക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളാരും അങ്ങനെയുള്ള കെണികളിൽ വീണു പോകരുത്. ചിലപ്പോൾ ആരുമറിയാതെ കൊലപാതകികളേക്കാൾ മരണത്തിന് സാക്ഷ്യം വഹിക്കുന്നവരുണ്ട്. മരിക്കാൻ കിടന്നവരെ രക്ഷപ്പെടുത്താത്തവരുണ്ട്. ശ്വാസം മുട്ടിക്കിടക്കുന്നവർക്ക് ആ മരുന്ന് കൊടുക്കാത്തവരുണ്ട്. ഒരു ഇൻഹലേഷനുള്ള മരുന്ന് എടുത്ത് കൊടുക്കാത്തവരുണ്ട്. ലോകത്തിൻ്റെ മുൻപാകെ പ്രിയമുള്ളവരെ എല്ലാവരും നീതിമാന്മാരായിരിക്കും കേട്ടോ. പ്രിയമുള്ള സഹോദര സഹോദരി, നീ എല്ലാം ചെയ്യുന്നവനായിരിക്കും. പക്ഷേ അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ മറുപടി കിട്ടാതെ പോകുമോ? ഇന്നും നാളെയുമായിട്ട് മറുപടി കിട്ടിയേ പറ്റത്തുള്ളൂ. ദൈവം തമ്പുരാന് ഒന്നും കാണാതിരിക്കുന്നില്ല. നമ്മളുടെ ഓരോ സംവേദനങ്ങളിലും സംഭാഷണങ്ങളിലും ദൈവം ഒരു അദൃശ്യ സാന്നിധ്യമായിട്ടുണ്ടെന്ന് ഭയത്തോടെ നമ്മൾ ചിന്തിക്കണം. നശിപ്പിക്കുന്നവൻ്റെ കെണിയിൽ അകപ്പെടുത്താതെ വണ്ണം രക്ഷപ്പെടുത്തുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള പ്രേരണയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ തരുന്നത്. ഞാൻ ചെകുടനെ പോലെ കേൾക്കാതിരുന്നു, വായു തുറക്കാതെ ഊമനെ പോലെയായിരുന്നു, കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയുമായിരുന്നു. സങ്കീർത്തനക്കാരൻ തൻ്റെ ദുരനുഭവങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിട്ട് പിന്നെ പറയുന്നത് എന്തുവാണെന്നറിയാമോ? അയ്യോ, ഇതൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതിരുന്നു, വായു തുറക്കാതെ ഊമനെ പോലെയായിരുന്നു. ഞാൻ കേൾക്കാത്തവനെ പോലെയും, അതായത് ചെകിടനും ഊമനുമായിട്ട് ഒരേ സമയം ഞാൻ വർദ്ധിച്ചു. ദാവീദ് എന്തുകൊണ്ടാണ് ചെകിടനെ പോലെയും ഊമനെ പോലെയും ആയിരുന്നത്? ചിലതിനൊക്കെ മറുപടി കൊടുക്കേണ്ടതല്ലായിരുന്നു? ചിലതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടതല്ലായിരുന്നു? നമ്മുടെ ആധുനിക ലോകത്തിൽ ജീവിതത്തിൽ ചില ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചോദിച്ചു പോകുന്നതാണ്, നീ എന്താ മിണ്ടാതിരുന്നത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ, പണ്ടുള്ളവർ പറയത്തില്ലയോ, നാക്ക് തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറയാനല്ല, ചെവി തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും കേൾക്കാനുമല്ല. ചിലപ്പോൾ നിശബ്ദത ആവശ്യമാണ്, ശാന്തത ആവശ്യമാണ്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന സംഭവങ്ങൾ, ചതിവിൻ്റെ അനുഭവങ്ങൾ, നേരിട്ട ദുരനുഭവങ്ങൾ എല്ലാം കേൾക്കുന്നുണ്ട്. എന്നാൽ ഞാനതൊന്നും കേൾക്കാത്തവനെ പോലെ ഇരുന്നു. ദാവീദിനറിയായിരുന്നു, ഈ സമയത്ത് താൻ കേട്ടു മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതിനുള്ള സമയമല്ല അത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങൾ നമ്മുടേതല്ല കേട്ടോ, ചില കാലങ്ങൾ നമ്മുടേതല്ല, ചില അവസരങ്ങൾ നമുക്കുള്ളതല്ല. നമ്മൾ പറയും അവസരം വിനിയോഗിക്കണം, കാലവും ദേശവും നോക്കണം. ചില വാതിലുകൾ പോലും തുറക്കാതിരിക്കുന്നത് നല്ലതാണ്. എന്താണെന്നറിയാമോ? ചില വാതിൽ തുറന്നാൽ ചിലപ്പോൾ കടന്നു വരുന്നത് കടവാതിലുകളായിരിക്കും. ചില വാതിലുകൾ തുറന്നാൽ ചിലപ്പോൾ ചാടി വരുന്നത് സംഹാര ദൂതന്മാരായിരിക്കും. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ,
ചില വാതിലുകൾ തുറക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ആ വാതിലിൽ നിന്ന് നന്മയുടെ ഒരു വെളിച്ചം പോലും നീ പ്രതീക്ഷിക്കണ്ട. നന്മയുടെ വെളിച്ചം പ്രതീക്ഷിക്കാത്ത വാതിലുകൾ തുറക്കണ്ട. കേൾക്കാൻ സുഖമില്ലാത്ത, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത, ദൈവത്തിലേക്ക് അടുപ്പിക്കാത്ത, നന്മയിലേക്ക് ആനയിക്കാത്ത വാതിലുകളും സാഹചര്യങ്ങളും വാർത്തകളും കേൾക്കാതിരിക്കുന്നത് നല്ലത്. ചതിവിൻ്റെ വാർത്തകൾ കേൾക്കാതിരിക്കുന്നത് നല്ലത്. നമ്മൾ ഒത്തിരി കഥകൾ കേൾക്കുന്നുണ്ട്, പലരെയും പറ്റി. ചിലതൊക്കെ കേൾക്കാതിരിക്കണം, ചിലതൊക്കെ കാണാതിരിക്കണം, ചിലതിനൊന്നും മറുപടി പറയാതിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ ഓർത്തോണം, നമ്മൾ വിചാരിക്കും ഞാൻ 10 വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ നീതിമാനായെന്ന്. പിന്നീട് നമ്മൾ ചിന്തിക്കും, ദൈവമേ ഞാൻ അവിടെ പറയാതിരുന്നാൽ എത്ര നല്ലതായേനെ. ചില സാഹചര്യങ്ങളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാറില്ലയോ, ചിലരെക്കുറിച്ചൊക്കെ ചിലർ ഫോണിലൂടെയും മറ്റും നമ്മളോട് പല അഭിപ്രായങ്ങളും പറയും. നമ്മൾ 1-ന് 10, 10-ന് 100, 100-ന് 1000 പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഫോൺ റെക്കോർഡായിരുന്നു. നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അവൻ പറഞ്ഞതൊന്നുമില്ല. എത്ര പേര് എത്ര ഇടത്തുനിന്ന് പുറത്തായിട്ടുണ്ടെന്നറിയാം. സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. അതുകൊണ്ട് 100-ന് 1 പോലും മറുപടി പറയേണ്ടാത്ത ചില സാഹചര്യങ്ങളുണ്ട്. 1000 കേട്ടാൽ 10 പോലും പറയേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. എല്ലാറ്റിനും നമ്മൾ അഭിപ്രായങ്ങൾ പറയേണ്ട. ചില സമയം നമ്മൾ സന്തോഷത്തോടെ ഓർക്കും, ദൈവമേ ഞാൻ അന്ന് അതിന് മറുപടി പറയാതിരുന്നത് എത്ര നന്നായി. കാരണം നമ്മൾ പറഞ്ഞ വാക്കുകൾ അതുപോലെ മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന ലോകം. ഒരുപക്ഷെ കോളുകൾ കോൺഫറൻസിലിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകം. പരസ്പരം ആലോചിച്ച് നമ്മളെ കുടുക്കിൽപ്പെടുത്തുന്ന ലോകം. ദാവീദിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ ഊമനെ പോലെയായിരുന്നു, ചെകിടനെ പോലെയായിരുന്നു. ആ ചെകിടനെ പോലെയായിരുന്നവന് കൂടുതൽ വാർത്തകൾ കേൾക്കാൻ പറ്റി, കൂടുതൽ അനുഭവങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി. ജീവിതത്തെ നിയന്ത്രിക്കുവാനും ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുവാനും നന്മയുടെ പൂർണ്ണതയിലേക്ക് എത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.